ഉത്തരേന്ത്യയിലെ തീർത്ഥാടന കാലത്തിന് ആരംഭം കുറിച്ച് ചാർധാം യാത്രയ്ക്ക് തുടക്കമായി. യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് എന്നീ 4 പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഭക്തരുടെ ഒഴുക്കാണ്. ചാർധാം യാത്രയ്ക്കുള്ള ഓൺലൈൻ റിസർവേഷൻ ഏപ്രിൽ 15-ന് ആരംഭിച്ചു. യമുനോത്രിയിൽ ആരംഭിച്ച് ഗംഗോത്രിയിലേക്കും അവിടെ നിന്ന് കേദാറിലേക്കും ഒടുവിൽ ബദ്രീനാഥിലെത്തി അവസാനിക്കുന്ന തീർത്ഥാടനം. ചാർധാം യാത്രയ്ക്ക് ഇന്നു മുതലാണ് ഭക്തർക്ക് അനുമതിയുള്ളത്. തീർത്ഥാടനത്തിലെ പ്രധാന ഇടം കേദാർനാഥ് ക്ഷേത്രമാണ്. കഴിഞ്ഞ നവംബർ 15-ന് അടച്ച കേദാർനാഥ് ഇന്ന് പുലർച്ചെയാണ് തുറന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 11,755 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ക്ഷേത്രത്തിലെ ബിംബം ശൈത്യകാലത്ത് ഉഖീമഠ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന അവിടെയാണ് പൂജ കഴിക്കാറുള്ളത്. ശങ്കരാചാര്യർ പുനർനിർമ്മിച്ച കേദാർനാഥ് ജ്യോതിർലിംഗങ്ങളിൽ പ്രഥമമാണ്. ബദ്രീനാഥിലെത്തിയാലേ യാത്ര പൂർണ്ണമാകൂ. അളകനന്ദ തീരത്തുള്ള ബദ്രീനാഥ് അഥവാ ബദ്രി നാരായണ ക്ഷേത്രം 108 ദിവ്യദേശങ്ങളിൽ പ്രധാനമാണ്. ഇവിടുത്തെ മുഖ്യ പൂജാരി മലയാളിയാണെന്ന സവിശേഷതയുമുണ്ട്. ബദ്രീനാഥ് ക്ഷേത്രത്തിൽ 13 മുതലാണ് ദർശനത്തിന് അനുമതി. മറ്റൊരു തീർത്ഥാടന കേന്ദ്രമായ ഗംഗോത്രി ഉത്തരകാശി ജില്ലയിലെ ഭഗീരഥി നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഗംഗാദേവിയുടെ ക്ഷേത്രമാണ് ഇവിടുത്തെ സവിശേഷത. യമുനാ നദിയുടെ ഉത്ഭവ കേന്ദ്രമായ യമുനോത്രിയിൽ യമുനാദേവിയുടെ ക്ഷേത്രമുണ്ട്. ദീപാവലിക്ക് ശേഷമുള്ള 2-ാം ദിവസം ക്ഷേത്രമടയ്ക്കും. പിന്നീട് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല. ചാർധാം തീർത്ഥാടനത്തിനുള്ള പ്രധാന പാതകളായ സോൻപ്രയാഗ്, ഗൗരികുണ്ട് എന്നിവിടങ്ങളിൽ ഇതിനോടകം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. ജനം, ഡൽഹി.